ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ട്രിപ്പും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോകുന്നത് നേരെ നമ്മുടെ ആൽബി ഗിൽബിയുടെ നല്ല കാര്യം, ആൽബി ഗിൽബിയുടെ വീട്ടിലോട്ടാണ്. ഇവിടുന്ന് ഒരു 4 hours ട്രാവൽ ഉണ്ട് അവരുടെ വീട്ടിലോട്ട്, കിച്ചണർ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി കാണാം. ബൈ ബൈ. ഞങ്ങൾ പോകുന്ന വഴിയിൽ 2 സൈഡിലും ഇങ്ങനെ സ്നോ പെയ്തിട്ട് ഇങ്ങനെ കിടക്കുക. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഈ വഴി ഫുൾ സമയത്തും പോയതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് അറിയാം. അങ്ങനെ ഞങ്ങൾ ആൽബിയുടെയും ഗിൽബിയുടെയും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ ഒരു വണ്ടിക്കാണ് പോയത്. അതുകൊണ്ട് ജെറി ബാക്കിൽ കയറി, ഗിൽബി ആൽബിയും ഫ്രണ്ടിൽ. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ ഡിസ്ലറി ക്രിസ്മസ് മാർക്കറ്റ്. ഇനി ഇവിടെ എക്സൈറ്റിംഗ് ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ബാക്കി കാണാം. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടെ വരാനുണ്ട്. ഇവിടെ കുറേ സ്മോൾ ഷോപ്സും പിന്നെ റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ ഓരോന്നും ഉണ്ട്. നമുക്കിനി ബാക്കി കഴിച്ചെടുക്കാം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 7 o'clock ഒക്കെ ആയി. പക്ഷെ തിരക്ക് കണ്ടില്ല, ഒരു രക്ഷയില്ല. ആൾക്കാരെ മുട്ടിയിട്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ലോറേനെ പിന്നെ ഞങ്ങൾ ഫുൾ കവർ ചെയ്ത് സ്ട്രോളറിൻ്റെ അകത്തൊക്കെയാണ് ഇരുത്തിയത്. പിന്നെ ഈ തണുപ്പ് വരുമ്പോൾ നമുക്ക് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെയാണല്ലോ താല്പര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചുറോസ് വാങ്ങിച്ചു. പക്ഷേ അവിടെ ഫ്ലേവർ ഉണ്ട്, ചോക്ലേറ്റും കാരമലും ഒക്കെ. ഞങ്ങൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കി. പിന്നെ പതുക്കെ സ്ട്രോളറിൽ നിന്നൊക്കെ മാറി ഇലോറ ഞങ്ങളുടെ കയ്യിലോട്ടാവാൻ സ്റ്റാർട്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്ന് കുറച്ചു നേരം അവരുടെ കൂടെയായിരുന്നു ഇലോറ. ക്രിസ്മസ് ഫുൾ ലൈറ്റ്സ് ആണല്ലോ, അതുപോലെ തന്നെ ഇവിടെ എവിടെ നോക്കിയാലും ലൈറ്റ്സും ബഹളവും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ സാന്റാക്ലോസും അവരുടെ കുറച്ച് ആൾക്കാരും എല്ലാം കൂടെ പാട്ടും പാടി ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇലോറ ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കും, ഇതെന്താ സംഭവം എന്നുള്ളൊരിതാണ് ഇലോറയുടെ നോട്ടം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചൂട് കിട്ടാൻ വേണ്ടി ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്തുള്ള വേറെ ഷോപ്സിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇവിടെ കൂടുതലും ക്ലോത്ത്സും വിൻ്റർ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ ഉള്ളത്. നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങ് പോയാൽ മതി എന്നൊക്കെ ആയി. ബിക്കോസ് അതുപോലെ ഞങ്ങൾക്ക് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തണുപ്പാണെങ്കിലും ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കിട്ടും. പിന്നെ ഞങ്ങൾ ഓർത്തു എന്നാൽ പിന്നെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് സ്നാക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കടയിൽ കയറി ചെറിയ സ്നാക്സൊക്കെ ഒന്ന് കഴിച്ച് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് കുടിച്ച് അന്നത്തെ ദിവസം ഞങ്ങളുടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ടൊറൻറ്റോ പ്രീമിയം ഔട്ട്ലെറ്റ്സിലാണ്. വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ഇവിടെ വരെ വന്നു. എന്നാൽ പിന്നെ ഈ മാളിലും കൂടെ ഒന്ന് കയറി എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം എന്ന് നോക്കാം. ഞങ്ങളിങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഗിൽബി പറഞ്ഞത് BVS സ്റ്റൈൽസിലെ അടിപൊളി സ്നാക്കാന്ന്. എന്നാൽ പിന്നെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. ഞങ്ങളെല്ലാം മാളിൽ ഓരോന്നുമൊക്കെ വിൻഡോ ഷോപ്പിംഗ് ആണ് ഞങ്ങൾ കൂടുതലും ചെയ്തത്. എല്ലായിടത്തും കയറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏത് ഷോപ്പിൽ കയറുന്നോ അവിടെ എല്ലാം നല്ല തിരക്ക്. അതിൻ്റെ ഇടയ്ക്ക് സ്നോ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ പോയത് കാനഡാസ് വണ്ടർലാൻഡ്. ഇവിടെ വരാനായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ആഗ്രഹം. എനിക്ക് ഈ ലാൻഡ് റൈഡ്സിലൊക്കെ കയറുന്ന കുറച്ച് പേടിയാണ്. പക്ഷേ വിൻ്റർ സമയത്ത് ലാൻഡ് റൈഡിലൊന്നും കയറേണ്ട ആവശ്യമില്ലല്ലോ, ലൈറ്റ്സ് ആണ് ഇവിടെയും കൂടുതൽ. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, ഫുൾ സ്നോ ആയിരുന്നു. സ്നോ കൊണ്ട് ഞങ്ങൾക്ക് നടക്കാൻ പോലും മേലാത്ത അവസ്ഥയായി. വലിയ തണുപ്പില്ല, പക്ഷെ നല്ല സ്നോഫോൾ ഉണ്ട്. ഇനി ബാക്കി നമുക്കിതില്ലാതെ വലിയ ക്യൂ ഒന്നും ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല. ലൈറ്റ്സും കൊണ്ട് ഫുൾ ലൈറ്റ്, എവിടെ നോക്കിയാലും എൻ്റെ ദൈവമേ, എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത പോലെ കേട്ടോ ലൈറ്റും കാര്യങ്ങളും എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്നോയും കൂടെ ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഈ ലോറ അവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയിട്ട് നമുക്ക് പോയി അവരോട് നിന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. എനിക്ക് എത്ര ഫോട്ടോയും വീഡിയോയും എടുത്തിട്ടും മതിയാവുന്നില്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ ഓരോ ഷോപ്സും അതുപോലെ തന്നെ ഓരോരോ ആൾക്കാർ വേറെയും കോസ്റ്റ്യൂംസും ഒക്കെ ചെയ്ത് നമുക്ക് അവരോട് ഫോട്ടോസും ഒക്കെ എടുക്കാം. ഞങ്ങളൊരു ഷോപ്പിൽ കയറിയപ്പോൾ കണ്ടത് ഇങ്ങനെ ഈ വിൻ്ററിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങളെല്ലാം ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങി. അവിടെ കണ്ടില്ല ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങളും അവിടെ പോയി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇലോറ എഴുന്നേറ്റ്
പാട്ടിൻ്റെ അനുസരിച്ച് സ്റ്റെപ്സൊക്കെ ഇടാനായിട്ട് തുടങ്ങി. ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ ഇലോറയും ഞങ്ങളുടെ കൂട്ടത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. സൈഡിലിങ്ങനെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട്, നമുക്ക് പോയി ഫുഡ് കഴിക്കുകയും കോഫി കുടിക്കുകയും ഒക്കെ. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ജെറിയും ആൽബിയും കൂടെ ഈ റൈഡിൽ കയറണം എന്ന് പറഞ്ഞാൽ അവർ അതിലൊക്കെ കയറി തിരിച്ച് നടന്നു വന്നപ്പോഴത്തേക്കിന് ഇവരുടെ ലൈവ് പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോന്നു. ബൈ.